ചെവ്വൂർ കേരളത്തിന്റെ ഫർണിച്ചർ വ്യവസായ ഭൂപടത്തിൽ സ്വന്തമായൊരിടം അടയാളപ്പെടുത്തിയ ചെവ്വൂർ ഗ്രാമത്തിൽ ഈ നാടിന്റെ അഭിമാനമായ ചെവ്വൂർ സെന്റ് സേവ്യേഴ്സ് ഹൈസ്കൂൾ. ചെവ്വൂർ സെന്റ് സേവ്യേഴ്സ് ഹൈസ്കൂളിന്റെ മാതൃവിദ്യാലയമായിരുന്ന ഈ LP സ്കൂളിന്റെ പിറവി 1890-ലായിരുന്നു. ഏകദേശം 135 വർഷങ്ങൾക്ക് മുമ്പ് 1887 തൃശൂർ വികാരി അപ്പസ്തോലിക്ക ബിഷപ്പായി ബഹുമാനപ്പെട്ട മെഡ്ലിക്കോട്ട് സ്ഥാനമേറ്റതു മുതൽ തൃശൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ച തീവ്രമായ പുരോഗതിയുടെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയവും പിറന്നു വീണത്. അന്ന് ചേർപ്പ് പ്രദേശത്തെ ആദ്യത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ചെവ്വൂർ CALP സ്കൂൾ. പിന്നീട് 1901 ആരംഭിച്ച ഊരകം CMS സ്കൂളിനും 1916 ആരംഭിച്ച ചേർപ്പ് CNN LP സ്കൂളിനും വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഈ സ്കൂൾ ഈ നാട്ടിലെ വിദ്യാലയങ്ങൾക്ക് അങ്ങനെ പ്രവർത്തന രംഗത്ത് ഒരു പാഠപുസ്തകമായി മാറി. 1890 സ്കൂൾ ആരംഭിച്ചെങ്കിലും പുതിയ കെട്ടിടം പണിയുന്നത് 1911 സ്കൂൾ നിർമ്മാണത്തെ സംബന്ധിച്ച് അഭിവന്ദ്യ മാർ ജോൺ മേനാച്ചേരി പിതാവിന്റെ കത്ത് ഇപ്രകാരമായിരുന്നു: അവിടെ പുതിയ സ്കൂൾ പണിയുന്നതിന്റെ സ്ഥലം സംബന്ധിച്ച് ബോധിപ്പിച്ച ഹർജികൾ കൈപ്പറ്റി നാം തന്നെ ഈ സ്ഥലങ്ങൾ പരിശോധിച്ചതിൽ പള്ളിയോട് ചേർന്ന വഴിയുടെ വടക്കുവശം സ്കൂൾ പണിക്കായി വാങ്ങിച്ചിട്ടുള്ള സ്ഥലം എല്ലാം കൊണ്ടും തക്കതും പള്ളിക്ക് ഉപയോഗവും ഈ സ്ഥലത്ത് സ്കൂൾ പണിയുന്നതിനെ അനുവദിച്ചിരിക്കുന്നു. സ്കൂളിന്റെ ഒരു പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടാക്കി കഴിയുന്നതും വേഗത്തിൽ നമ്മുടെ പക്കൽ അയക്കുകയും വേണം. 1940 CALP സ്കൂളിന്റെ സുവർണ ജൂബിലിയും 1990 ശതാബ്ദിയും ആഘോഷിച്ചു. UP സ്കൂൾ 1940 മുതൽ 1945 വരെ നമ്മുടെ വികാരിയായിരുന്നത് CR അച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ഫാദർ R ജോൺ ചിറയത്തായിരുന്നു. അച്ഛൻ ഇടവകയിൽ വന്ന കാലം മുതൽ ഒരു മിഡിൽ സ്കൂളിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ചെവ്വൂരിലും പരിസരത്തുമുള്ള നിവാസികളുടെ ഭീമഹർജികൾ കൊച്ചി രാജാവിനും അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർക്കും അയക്കുകയും തുടർന്ന് CR അച്ഛന്റെ നേതൃത്വത്തിലുള്ള വിദ്യാലയ ശ്രമങ്ങൾ 1941 ബലവത്താവുകയും ചെയ്തു. 1941 ജൂൺ മാസത്തിൽ പ്രിപ്പറേറ്ററി ക്ലാസും തുടർന്നുള്ള വർഷങ്ങളിൽ 5, 6, 7 ക്ലാസുകളും തുടങ്ങി. അന്ന് 10ാം ക്ലാസ്സിന് പകരം 7ാം ക്ലാസ്സിലായിരുന്നു പബ്ലിക് എക്സാമിനേഷൻ. 1945 അന്നത്തെ ആദ്യത്തെ ബാച്ച് പരീക്ഷയ്ക്കിരുന്നത് 7ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. സെന്റ് സേവ്യേഴ്സ് ലോവർ സെക്കൻഡറി സ്കൂൾ എന്നായിരുന്നു നമ്മുടെ സ്കൂളിന്റെ അന്നത്തെ പേര്. പിന്നീട് ലോവർ സെക്കൻഡറി എന്നുള്ളത് അപ്പർ പ്രൈമറി എന്നായി മാറി. 1944 അന്നത്തെ പ്രൈമറി സ്കൂളിൽ 350 കുട്ടികളും ലോവർ സെക്കൻഡറിയിൽ 93 കുട്ടികളും പഠിച്ചിരുന്നു. ശ്രീ പെരുവനം ഗോവിന്ദമേനോനായിരുന്നു ആദ്യത്തെ ഹെഡ് മാസ്റ്റർ. ആദരണീയനായ ചിറയത്തച്ഛനും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. 1942 കൊടുങ്കാറ്റിൽ പുതിയ സ്കൂളിനു വേണ്ടി പണിതിരുന്ന ചുമർ ഇടിഞ്ഞു വീണതാണ് ഇതിനിടയിലുണ്ടായ ഒരു പ്രധാന അത്യാഹിതം. തുടർന്ന് 2 കൊല്ലത്തോളം എല്ലാ ക്ലാസുകളും പള്ളിയുടെ മുകളിലെ വരാന്തയിലും പൂമുഖത്തും ഓല ഷെഡിലുമായിട്ടാണ് നടന്നിരുന്നത്. 1976 മുതൽ ഹൈസ്കൂളിന്റെ ഭാഗമായിട്ടാണ് UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. 1980 ചെവ്വൂർ UP സ്കൂളിന് കോടന്നൂരിൽ ഒരു ബ്രാഞ്ച് സ്കൂളും ഉണ്ടായിരുന്നു. UP സ്കൂൾ ഒരു ഹൈസ്കൂളായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ 1952 മുതൽ ആരംഭിച്ചിരുന്നു. 1952 ജൂലൈ 8 മെത്രാസന കച്ചേരിയിൽ നിന്ന് വികാരിയച്ഛനും കൈക്കാരന്മാർക്കും യോഗത്തിനുള്ള നിർദ്ദേശം വന്നത് ഇപ്രകാരമായിരുന്നു: അപേക്ഷപ്രകാരം നിങ്ങളുടെ സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തുന്നതിന് ശ്രമിപ്പാൻ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ കെട്ടിടപ്പണി മുതലായവയ്ക്കുള്ള ചിലവുകൾ പള്ളിയിൽ നിന്നാകാതെ സംഭാവനകൾ ശേഖരിച്ച് നടത്തേണ്ടതാണ്. 1955 ജൂൺ 1 സ്കൂൾ കെട്ടിടം പണിയാൻ അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ ആവശ്യമായ പണം സ്വരുക്കൂട്ടാൻ കഴിയാത്തതുകൊണ്ടായിരിക്കണം ഈ ശ്രമം മുന്നോട്ടു പോയില്ല.
തുടർന്ന് 6 വർഷങ്ങൾക്ക് ശേഷം 1961 വീണ്ടും ഹൈസ്കൂളിന് ശ്രമങ്ങളുണ്ടായി. രൂപത കച്ചേരിയിൽ നിന്നും തുടർന്നു വന്ന കത്തിൽ വികാരിയച്ഛനെയും യോഗക്കാരെയും ഇപ്രകാരം അറിയിക്കുന്നു. അവിടുത്തെ 1961 മാർച്ച് 20 ഹർജി കണ്ടു. അപേക്ഷ പോലെ 1 ഏക്കർ സ്ഥലം പള്ളിയിൽ നിന്ന് 3500 ഉറുപ്പിക കവിയാത്ത വില കൊടുത്ത് വാങ്ങുന്നതിനും അവിടെ ഒരു ഹൈസ്കൂളിനുള്ള അനുവാദത്തിന് അപേക്ഷിക്കുന്നതിനും സ്കൂളിന് വേണ്ടിവരുന്ന ചെലവുകൾ പള്ളിവക സ്കൂൾ ഫണ്ടിനെ സംഭാവനകൾ തിരിച്ച് വിപുലപ്പെടുത്തി അതിൽ നിന്നും ചെയ്യുന്നതിനും അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഈ ശ്രമവും ഫലവത്തായില്ല. തുടർന്ന് 1975 സർക്കാർ KER അനുസരിച്ച് പുതിയ സ്കൂൾ അനുവദിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത വാർത്ത വന്നപ്പോഴാണ് ഹൈസ്കൂളിനുള്ള ശ്രമങ്ങൾ വീണ്ടും പുനരാരംഭിച്ചത്. അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ജോസ് പഴയാറ്റിലച്ഛന്റെ നേതൃത്വത്തിൽ EP ജോർജ് മാസ്റ്റർ, PP ആന്റണി മാസ്റ്റർ, ശ്രീ MP ഇനാശു, PN കാക്കു മാസ്റ്റർ, ശ്രീ MP ലോന എന്നിവർ അന്നത്തെ MLA ആയിരുന്ന ശ്രീ NA ദേവസ്കുട്ടിയെ കണ്ടു. എന്നാൽ അക്കൊല്ലം സ്കൂളിന് അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞുപോയിരുന്നു. അഭിവന്ദ്യ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിന്റെ കത്തുമായി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ K കരുണാകരനെ മേൽപ്പറഞ്ഞവർ സന്ദർശിച്ചു. തുടർന്ന് പുതിയ സ്ഥലങ്ങളിൽ 22 ബ്രാഞ്ച് സ്കൂളുകൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ ബ്രാഞ്ചായിട്ടാണ് അങ്ങനെ നമ്മുടെ സ്കൂൾ അന്ന് അനുവദിക്കപ്പെട്ടത്. അതിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരന്റെ പങ്ക് ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ ഏറെ വൈകി 1976 ജൂൺ 8-ാം തീയതിയായിരുന്നു നമ്മുടെ ഹൈസ്കൂളിന് അനുവാദം വന്നത്. രാത്രിയും പകലും ബന്ധപ്പെട്ടവർ ഓടി നടന്ന് മറ്റ് ഹൈസ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ TC വാങ്ങിച്ച് ഇവിടെ ചേർത്താൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചു. സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നേതൃത്വം വഹിച്ചത് സെന്റ് സേവിയേഴ്സ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു. ഈ സൊസൈറ്റിയാണ് കെട്ടിടം പണിക്കും ഗ്രൗണ്ടിന് സ്ഥലമുണ്ടാക്കുന്നതിനും നേതൃത്വം കൊടുത്തത്. ഇടവക ജനങ്ങളുടെ ഉദാരമായ സംഭാവനകളും സൊസൈറ്റി അംഗങ്ങൾ കൊടുത്ത 1000 രൂപ വീതമുള്ള സംഭാവനയും ചേർത്താണ് ഹൈസ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കിയത്. 3 പവൻ സ്വർണത്തിന് 1000 രൂപയുണ്ടായിരുന്ന 1976 പല ഇടവകകളും നൽകിയ ആയിരങ്ങൾ വിദ്യാലയ വികസനത്തിന്റെ ഈ ഘട്ടത്തിൽ ഏറെ കൃതജ്ഞതയോടെ ഓർക്കുന്നു. 1976 സെപ്റ്റംബർ 26 ആഭ്യന്തരമന്ത്രി ശ്രീ K കരുണാകരൻ ഹൈസ്കൂൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. 1979 ജനുവരി 11 ബ്രാഞ്ച് സ്കൂൾ എന്ന നിലമാറി പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഹൈസ്കൂളായി ചെവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ ഉയർത്തപ്പെട്ടു. നവതിയുടെ നിറവിലേക്ക് കുതിക്കുന്ന ഈ വിദ്യാലയത്തിൽ മുൻവർഷങ്ങളിൽ ഈ സ്കൂളിനെ നയിച്ചവരെ ഏറെ നന്ദിയോടെയും സ്നേഹാദരങ്ങളോടെയും ഓർക്കുന്നു. 1978 മുതൽ 1979 വരെ പ്രധാനാധ്യാപകനായിരുന്ന U നീലകണ്ഠ മേനോൻ ആദ്യ പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ സ്കൂൾ ചരിത്രത്തിൽ വിരാജിക്കുന്നു. AU പാലു, EP ജോർജ്, ആന്റണി കുര്യൻ, PA അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രധാന അധ്യാപകന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറെ ഭംഗിയായി നിർവഹിച്ചു. ബാബു കുറ്റിക്കാട്ട്, ലൂസി CK, കൊച്ചുത്രേസ്യ MR, പൊറിഞ്ചു KA, ജോസഫ് TA, ഷേർലി ആന്റണി K, ബിദ ഫ്രാൻസിസ് തരകൻ തുടങ്ങിയവരായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിദ്യാലയത്തെ നയിച്ച പ്രധാനാധ്യാപകർ. തിരൂർ, പറപ്പൂർ സ്കൂളുകളിലായി 18 വർഷത്തെ സർവീസിനു ശേഷം ഇതാദ്യമായി പ്രധാന അധ്യാപികയായി ചുമതലയേറ്റിരിക്കുന്ന പൂങ്കുന്നം സ്വദേശി ശ്രീമതി ജൻസി ജോസാണ് ഈ അധ്യയന വർഷം മുതൽ സെന്റ് സേവിയേഴ്സിനെ നയിക്കുന്നത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോളി നീലങ്കാവിലിന്റെ കൃത്യമായ ദിശാബോധത്തിന് കീഴിൽ നേതൃപാഠവും ആത്മാർപ്പണവും പുലർത്തുന്ന ജൻസി ടീച്ചർക്കൊപ്പം സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ചേർന്ന് സ്കൂളിനെ പുതുപുരോഗമനത്തിന്റെ പടവുകളിലേക്ക് അനുദിനം ആനയിക്കുന്നു. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉയർന്ന നിലവാരത്തിൽ സ്വന്തമാക്കുന്നതിനായി ചെവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പുതുതലമുറയിലെ കുട്ടികൾ ഓരോ വർഷവും ഇവിടേക്ക് കടന്നുവരുന്നു. കൂണുപോലെ ചുറ്റും മുളച്ചുപൊന്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളുടെ ധാരാളിത്തത്തിനിടയിലും പഠനത്തിലും പാഠ്യേതര ഇനങ്ങളിലും മികവ് തെളിയിക്കാൻ
ഈ സമരരഹിത സ്കൂളിനെ കൃത്യമായ ദിശാബോധത്തിലൂടെ വിവിധ വർഷങ്ങളിലെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ നിഷ്പ്രയാസം സാധിച്ചു. മാനേജർമാരുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും സഹായത്തോടെ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയിലെ മികച്ച സ്കൂളായി ചെവൂർ സെന്റ് സേവിയേഴ്സ് ഇന്നും വിരാജിക്കുന്നു. നവതിയുടെ നിറവിലേക്ക് കുതിക്കുന്ന ഈ സുവർണവേളയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഈ സ്കൂളിനെ മുന്നിൽ നിന്ന് നയിച്ചവരെ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. ഊർജ്ജസ്വലരും ഏറെ സമർപ്പണത്തോടെ തങ്ങളുടെ പ്രൊഫഷനിൽ കർമ്മനിരതരുമായ അധ്യാപകരുടെ ഒരു വലിയ വൃന്ദമാണ് സെന്റ് സേവിയേഴ്സിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ കരുത്ത്. ഇവർക്കൊപ്പം അനധ്യാപകരും സ്കൂളിന്റെ ദൈനംദിന ചക്രം സജീവമായി ചലിപ്പിക്കുന്നു. ഏതു പ്രതിസന്ധിയിലും ഈ വിദ്യാലയത്തെ സജീവമാക്കുന്ന PTA പ്രതിനിധികളും സെന്റ് സേവിയേഴ്സിന്റെ ഊർജ്ജ സ്രോതസ്സാണ്. തങ്ങളുടെ മക്കളും അവരുടെ സുഹൃത്തുക്കളും പഠിക്കുന്ന വിദ്യാലയത്തിനു വേണ്ടി അതിലൂടെ നാടിന്റെ നന്മ പാഠങ്ങൾ രചിക്കുന്നതിനായി തങ്ങളുടെ എല്ലാ തിരക്കുകൾക്കിടയിലും അവർ സമയം കണ്ടെത്തുന്നു. കാലാനുസൃതമായ നവീകരണ പ്രവർത്തനങ്ങളുടെ പാതയിലാണ് ഇന്ന് സെന്റ് സേവിയേഴ്സ്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്ന, സ്കൂളിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എല്ലാവർക്കും സ്നേഹാലിംഗനം. 2026-27 അധ്യയന വർഷത്തിൽ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും പുതുതലമുറയ്ക്കും സെന്റ് സേവിയേഴ്സിന്റെ ഈ പുത്തൻ ബിൽഡിംഗ് അനുഭവവേദ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇക്കഴിഞ്ഞ അധ്യയന വർഷവും പാഠ്യേതര രംഗങ്ങളിൽ ഈ വിദ്യാലയം സ്വന്തമാക്കിയ മികച്ച നേട്ടങ്ങൾ ഈ നാട്ടിലെ മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃക തന്നെയാണ്. ഒരു എയ്ഡഡ് സ്കൂളിന്റെ സാമ്പത്തിക പരിമിതികളെ തൃണവൽഗണിച്ച് കായികരംഗത്തുൾപ്പെടെ ഈ വിദ്യാലയം നേടിയ നേട്ടങ്ങൾ എക്കാലത്തേക്കും ഒരു വലിയ ഊർജം തന്നെയാണ്. വിശാലമായ ഗ്രൗണ്ടും അർപ്പണബോധമുള്ള കായിക അധ്യാപകരും സെന്റ് സേവിയേഴ്സിലെത്തുന്ന കായിക പ്രണയികളായ വിദ്യാർത്ഥികളുടെ വലിയ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലാത്ത സാഫല്യമേകുന്നു. പരമാവധി മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചും ചിട്ടയായ പരിശീലനവും വഴി കൃത്യമായ ഒരു കായിക സംസ്കാരം സെന്റ് സേവിയേഴ്സിന്റെ പ്രഭാത പ്രദോഷങ്ങൾ സ്വന്തമാക്കുന്നു. സെന്റ് സേവിയേഴ്സിന്റെ ഓരോ വർഷത്തെയും കായിക കലണ്ടർ അങ്ങനെ അനുദിനം തിളക്കമേറിയതാകുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിലും അച്ചടക്കവും സാമൂഹിക അവബോധവുമുള്ള വിദ്യാർത്ഥി എന്ന നിലയിലും പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സെന്റ് സേവിയേഴ്സിൽ എക്കാലത്തും സജീവമാണ്. ഓരോ കാലഘട്ടത്തിലും ഇവിടെ പഠിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രചോദനവും പ്രകാശവുമായി ഈ സ്കൂൾ എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്കൊരുമിച്ച് അതിവേഗം ബഹുദൂരം പിന്നിടാം. നവതിയുടെ നിറവിലേക്ക് കുതിക്കുന്ന ഈ വലിയ കാലം.